പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ വിക്രത്തെയും കുടുംബത്തെയും അപകടപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. ഇതൊക്കെ വേദ കാരണമാണ് എന്നും അവരെ ബോധ്യപ്പെടുത്തണം. അതാണ് അവരുടെ ഉദ്ദേശം. ചന്ദ്രശേഖരൻ എന്തൊക്കെയോ പ്ലാൻ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാന്നുള്ള തീരുമാനത്തിൽ ശ്രീകാന്ത് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോൾ വർഷയാണെങ്കിൽ പറയാണ്, ആഹാരം കഴിച്ചോ? കഴിച്ച് നിൻ്റെ അച്ഛൻ്റെ കൂടെയായിരുന്നു ഞാൻ എന്ന് പറയണം. എന്നെങ്കിൽ വാ, അമ്മ എടുത്തോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് പത്മ എടുത്തോട്ട് ശ്രീകാന്തിനെ വിളിച്ചോണ്ട് ചെല്ലിയാണ് വർഷ. പത്മയ്ക്കാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര വിഷമമുണ്ട് ദീപ്തിയുടെ കാര്യം ആലോചിച്ചിട്ട്. ശ്രീകാന്തിനെ കണ്ടങ്ങനെ പത്മ പറയാണ്, ഏതെയും വിക്രം ഇവിടെ വന്നായിരുന്നു. വിക്രം സത്യം ചെയ്ത് വിക്രത്തിന് ഇതിനൊന്നും ഒരു അറിവില്ലെന്നും പറഞ്ഞ് എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും സാമ്യമായിരിക്കുമ്പോൾ ഒരിക്കലും വിക്രം കള്ളം പറയത്തില്ലെന്നാണ് എൻ്റെ വിചാരം എന്ന് പത്മ പറയുകയാണ്. അപ്പം വർഷ പറയുകയാണ്, ദീപ്തിയും പറഞ്ഞു, ായിട്ട് ഇപ്പോൾ മറ്റുള്ള ബന്ധങ്ങളൊന്നുമില്ല, ഇപ്പോൾ സൗഹൃദം മാത്രമേ ഉള്ളൂ. ഇനി ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യം വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഓ അത്രയും നാൾ അവരുടെ സൗഹൃദമാണെന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കണം അല്ലേ? അതാണ് അവരുടെ ഉദ്ദേശം. ചോദിക്കണം, ശ്രീയേട്ടൻ എന്താ പറയുന്നത്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ആയില്ലേ? വർഷ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ അവരുടെ സൗഹൃദമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടാതിരിക്കണം. അവർ തമ്മിൽ കാണുന്നത് മിണ്ടുന്നതൊക്കെ ആ ഒരു പേരിൽ മാത്രമേ നമ്മൾ കാണാവൂ. പിന്നെ അവർക്ക് എന്തെങ്കിലും വിവാഹം കഴിക്കണമെങ്കിൽ അവർ വിവാഹം കഴിക്കുമെന്നല്ലേ പറഞ്ഞത്. ഇതിൻ്റെ പുറകിൽ ആ വേദയും വിക്രമും തന്നെയുണ്ട്. അവരുടെ സപ്പോർട്ട് കൂടിയാണ് ദീപ്തിയും വരുണും ഇങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ നമ്മളോട് പറഞ്ഞതും. നമ്മളാണെങ്കിൽ സൗഹൃദമാണെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ സംശയിക്കത്തില്ലല്ലോ. ഇതൊക്കെയാണെങ്കിൽ ആ വേദയുടെ വിക്രത്തിൻ്റെ പ്ലാൻ തന്നെയാണെന്ന് പറയുകയാണ് പത്മയെടുത്ത് ശ്രീകാന്ത്. ഇതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒന്നി അവളെ വിവാഹം കഴിച്ചയപ്പിക്കണം, അല്ലെങ്കിൽ അവളെ ഇവിടുന്ന് മാറ്റി നിർത്തണം. അപ്പോഴെന്ത് സംഭവിക്കുന്നത് എന്ന് പത്മ ചോദിക്കുകയാണ്. എന്നാലും അവർ തമ്മിൽ ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ മോനെ എന്ന് പറയാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നാൽ പോരെ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വർഷയും വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. പത്മ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും യാത്ര പോകാൻ തയ്യാറെടുക്കുകയാണ്. എല്ലാവരും ഒരുങ്ങുകയാണ്. അപ്പം മോളും നന്ദിനിയും എല്ലാവരും ഒരുങ്ങുന്നുണ്ട്, റെഡിയാവുന്നുണ്ട്. അപ്പം നന്ദിനി ഈ പോകുന്ന യാത്രയിൽ വേദയ്ക്കിട്ട് എങ്ങനെയെങ്കിലും നല്ല പണി കൊടുക്കണമെന്നുള്ള ചിന്തയും കൊണ്ടുകൊണ്ട് നന്ദിനിയുടെ മനസ്സിൽ. വിക്രമും വേദയും അതേപോലെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്, ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം വേദ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, വിക്രം സമി എന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു കവർ കൊടുക്കുവാണ്. അപ്പം വിക്രം ചോദിക്കുകയാണ്, എന്താ ഇത്? എനിക്ക് മനസ്സിലായില്ല. അപ്പം വേദ പറയാണ്, ഇത് കുറച്ച് പൈസയാണ്. വിക്രം ചോദിക്കുകയാണ്, അതെന്തിനാ പൈസ? എനിക്കെന്തിനാ തരുന്നത് എന്ന് വിക്രം ചോദിക്കുകയാണ്. അത് ഈ യാത്രയിൽ എല്ലാ ചിലവും സ്വാമി തന്നെ നടത്തണം, അതിന് വേണ്ടിയുള്ള പൈസയാണ്. എന്തായാലും ഇത്രയും പൈസ സ്വാമിയുടെ കാണത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര കാരണം ആരും കണക്ക് പറയേണ്ട വരില്ല. അതുകൊണ്ട് തന്നെ ഈ പൈസ ഉപയോഗിച്ച് വേണം എല്ലാ ചിലവും സ്വാമി തന്നെ നടത്തണം എന്ന് പറയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ വേദേ എന്ന് വിക്രം ചോദിക്കുകയാണ്. ഉണ്ട് വിക്രം, അല്ലെങ്കിൽ നന്ദിനി ഏട്ടത്തി ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ കണക്ക് പറയും. നന്ദിനിയുടെ സ്വഭാവം നന്നായിട്ട് വിക്രത്തിന് അറിയാലോ. എന്തിനാ ഇതിൻ്റെ പേരിലൊരു പ്രശ്നവും സംസാരവും ഉണ്ടാവുന്നത്? അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വിക്രം അത് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് വേദ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. എന്താ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, നീയാണെങ്കിൽ എല്ലാവരെയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ കുടുംബത്തെയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് വേദയെ ഇങ്ങനെ നോക്കുകയാണ്. അതങ്ങനെ തന്നെ വേണമല്ലോ വിക്രസ്വാമി, ഞാൻ സ്വാമിയുടെ ഭാര്യയാണല്ലോ, ഇതെൻ്റെ കുടുംബമാണല്ലോ എന്നിങ്ങനെ വേദ പറയുകയാണ്. അപ്പം വിക്രം ഒന്ന് ചിന്തിച്ചുകൊണ്ട് ആ കവറെടുത്ത് പെട്ടിക്കകത്ത് വെച്ച് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി വന്ന് അങ്ങനെ എല്ലാവരും കയറിയാണ് യാത്ര പോകാൻ. എല്ലാവരും തയ്യാറെടുത്ത് എല്ലാവരും വണ്ടി കയറി യാത്ര പുറപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ രണ്ട് ഗുണ്ടകളായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ വിക്രത്തിൻ്റെ കുടുംബത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ അതിലാരെങ്കിലും തിരഞ്ഞെടുത്തോ, പക്ഷേ ആരെ തിരഞ്ഞെടുത്താലും നിങ്ങളാണ് അത് ചെയ്തതെന്ന് ഒരു സംശയവും ആർക്കും തോന്നല്. പിന്നെ ചിലപ്പം വിക്രത്തിന് നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ട് പറയാണ്, കല്ലാം കഴിഞ്ഞ് ഈ നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറയണം, കഴിഞ്ഞോ ഇല്ലയോ എന്ന്, കേട്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ ആ ഗുണ്ടകൾ എല്ലാം ശരി ഓക്കെ ആക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടകൾ പോവുകയാണ്. അപ്പോഴാണെങ്കിൽ ശ്രീകാന്താണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ വന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എടാ ശ്രീകാന്ത്, നീ ആരുടെ പേരിലെടുത്ത നമ്പറാണ് കൊടുത്തത്? എനിക്കറിയില്ലല്ലോ. അത് വേദയുടെ പേരിലെടുത്ത നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് കൊള്ളാലോടാ, ഇവന്മാർ ഈ കൃത്യം കഴിഞ്ഞ് വിളിച്ചു പറയുമല്ലോ, അപ്പം
ഈ ഇവന്മാർ ചെയ്യുന്ന എന്തെങ്കിലും കേസോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യമായി കഴിഞ്ഞാൽ ആ നമ്പറിലല്ലേ എന്തായാലും അന്വേഷണം പോകത്തുള്ളൂ. അപ്പോൾ അത് വേദയുടെ പേരിലാണല്ലോ, അപ്പോൾ അവളെ പൊക്കത്തുള്ളല്ലോ. ചന്ദ്രശേഖരൻ പറയാണ്, ഇപ്പോഴാണ് നീ എന്തെങ്കിലും ബോധത്തോടെ ഒരു കാര്യം ചെയ്യുന്നത്, ഇത് ഞാൻ നിന്നെ സമ്മതിച്ചു എന്നും പറഞ്ഞ് അവർ രണ്ടും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. വേദയ്ക്കും വിക്രമത്തിനിട്ട് പണി കൊടുത്തല്ലോ. ഓർത്ത് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ യാത്ര പുറപ്പെട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയും പോവുകയാണ്. വേദയും വിക്രമും ഒരുമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ വരുന്നുണ്ട്. കമലമ്മ മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പം വിക്രത്തിന് നല്ല മാറ്റമുണ്ട് മാഷേ, നോക്കേ അവൻ്റെ മുഖത്ത് ആ പഴയ ചിരിയും സന്തോഷവും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മോന് എത്ര നാളായി ഇങ്ങനെയൊന്ന് കണ്ടിട്ട്, ഇപ്പോഴും ഈ മാറ്റം ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് മാഷും പറയുന്നുണ്ട്. അപ്പം കമലമ്മ ഇങ്ങനെ സന്തോഷത്തോടെ വിക്രത്തെ നോക്കിയിരിക്കുകയാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത് കണ്ട് മോളും അവരെല്ലാവരും കൂടെയുള്ള യാത്ര തുടരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തി അവരിറങ്ങിയാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. വിക്രത്തെ മാത്രം കാണുന്നില്ല. അപ്പം വേദയാണെങ്കിൽ വിക്രത്തെ തിരക്കി അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അപ്പം വിക്രം കുറച്ച് ദൂരെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വേദ അങ്ങോട്ട് ചെന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുകയാണ്, വിക്രം സ്വാമി മാത്രം എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അവിടെയാണല്ലോ എല്ലാവരും നിൽക്കുന്നത്, സ്വാമി മാത്രം എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചേ വേദ. എന്താ ഇപ്പം ആലോചിക്കുന്നത്? ഈ യാത്രയിൽ എന്തിനീ ആലോചിക്കാനുള്ളത്? അല്ല, ഞാനാണെങ്കിൽ ഒരിക്കലും ഇപ്പോഴിങ്ങനൊരു യാത്രയോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇത്രയും സന്തോഷത്തിലൊരു യാത്ര പോകുമെന്ന് വിചാരിച്ചില്ല. അതെന്താ അങ്ങനെ വിചാരിക്കാത്തേ എന്ന് വേദ ചോദിക്കുകയാണ്. അത് നിനക്കറിയാമല്ലോ, അച്ഛനും ഞാനും തമ്മിലുള്ള ഇരിപ്പ് വശം അത്ര നല്ലതല്ലെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അച്ഛനാണെങ്കിൽ എന്നെ തഴഞ്ഞിട്ടിരിക്കുകയാണെന്ന് നിനക്കറിയാമല്ലോ. പക്ഷേ അച്ഛന് നല്ല മാറ്റമുണ്ട്. അത് ഞാൻ ഇപ്പം ഒരു കാര്യത്തിനും പോവാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ വേദ പറയാണ്, അത് മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോയില്ലെങ്കിൽ അച്ഛനും മോനും പഴയ ബന്ധം തിരിച്ചു വരുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള ശ്രീകാര്യ ശ്രീനിവാസൻ്റെ കൂടെയും അടിയും വെട്ടിനൊന്നും പോകണ്ട. അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് പുതിയൊരാളായിട്ട് ജീവിതം നയിക്കണം എന്ന് വേദ പറയാണ്. ഇതിന് മറുപടി വിക്രമൊന്നും പറയുന്നില്ല. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വേദേ, കാരണം ഈ ഒരു യാത്ര എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷം തരുന്നു. അതിന് നീയൊരു കാരണമാണ്. നീയല്ലേ ഈ യാത്രയ്ക്ക് മുൻകൈ എടുത്തത്. ഏയ് അച്ചമ്മയാണ് ഈ യാത്രയെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. പിന്നെ എനിക്കും തോന്നി ഒരു മാറ്റം എല്ലാവർക്കും വേണമെന്ന്. അതുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ. വിക്രം പറയാണ്, എന്തോ ആയാലും എല്ലാവർക്കും നല്ലൊരു മാറ്റമായിരിക്കും. അച്ഛനും അമ്മയ്ക്കും ഇതൊരു സന്തോഷമായിരിക്കും. അവർ എത്ര നാളായി എല്ലാം മറന്നൊന്ന് സന്തോഷിച്ചിട്ട്, ഇതവർക്ക് നല്ലൊരു കുറേ സന്തോഷം തരുന്ന നിമിഷങ്ങളായിരിക്കും എന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ വേദ പറയാണ്, മതി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട, വാ, അതുകൊണ്ട് അമ്മയൊക്കെ അവിടെ കാത്തു നിൽക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുന്നത്, എന്തുവാ അവിടെ രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം പറയുന്നത്? പറയാണ്, ഏയ് ഒന്നുമില്ല നന്ദിനി കേൾക്കാൻ വേണ്ടി ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ അങ്ങോട്ട് നടക്കുകയാണ്. ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ പറഞ്ഞു വിട്ട ഗുണ്ടകൾ ഇവരെ പിന്നാലെ തന്നെയുണ്ട്. അത് ഇവരറിയുന്നില്ല. ഇവരെ അപായപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം എന്നറിയാതെ അവർ ഭയങ്കര സന്തോഷത്തോടെ പോവുകയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ സപ്പോർട്ട് ചെയ്യണേ.